എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കുക. ചെറുപയർ പരിപ്പ് അലവാക്കിയതാണ്. വലിയ പയർ നമ്മൾ വറുത്ത് പൊടിച്ചതാണിത്. അത് ശർക്കര കഴുകി അരിച്ച് അതിനകത്തോട്ട് ശർക്കരയ്ക്കകത്തോട്ട് കുക്കറിനകത്ത് വെന്തതാണ് ഈ പരിപ്പ്. ഇത് വരട്ടി കഴിഞ്ഞു. ഇനി ശകലം നെയ്യ് ഒഴിക്കാൻ പോവാം. ഇതിനകത്തോട്ട് ശകലം നെയ്യ് ചേർക്കാൻ പോവാം. നല്ലതുപോലെ വരട്ടി വന്നിട്ടുണ്ട്. ഇനി രണ്ടാം പാൽ ഒഴിക്കാൻ പോവാം. രണ്ടാം പാൽ അതിനി തിളച്ച് കുറുകി വരുമ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ ചേർക്കാം. ഒന്ന് കുറുകി വരും. ഒന്നാം പാൽ ചേർക്കും. പശുമ്പാലല്ല, തേങ്ങാപ്പാൽ. ഇതിനകത്ത് പശുമ്പാൽ ചേർത്തിട്ടേ ഇല്ല, തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. അതാ അതിൻ്റെ രുചി. ഒന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാലല്ലേ, ഇനി തിളപ്പിക്കാനൊന്നും പറ്റത്തില്ല. ജീരകവും ചുക്കും ജീരകവും കൂടിയിട്ട് അതുപോലെ ഏലക്ക പൊടിച്ചത് ശർക്കര നെയ്യൂടെ ചേർക്കും. അപ്പം ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ. ഇതിൻ്റെ നമുക്ക് കടലപ്പായസം ഉണ്ടാക്കാം, അരിപ്പായസം ഉണ്ടാക്കാം, അടപ്പായസം ഉണ്ടാക്കാം, സേമിയ ഉണ്ടാക്കാം. ഒത്തിരി പായസങ്ങളുണ്ട്, പലവിധ പായസങ്ങൾ. അപ്പം പായസം റെഡിയായി. പിന്നെ വറുത്തിടാൻ കപ്പലണ്ടിയൊക്കെ വറുത്തില്ല. കപ്പലണ്ടി വറുക്കുന്നവർക്ക് ഇഷ്ടമല്ല, അത് പറങ്ങാണ്ടി, അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ. അത് ഉരിപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തേങ്ങാക്കൊത്തും നെയ്ക്കകത്ത് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്തൊക്കെ. ഇവിടെ ആർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ലൈക്കും ഒക്കെ തരണേ. ഓക്കെ. ഒന്നാം പാൽ ചേർക്കും. പശുമ്പാലല്ല, തേങ്ങാപ്പാൽ. ഇതിനകത്ത് പശുമ്പാൽ ചേർത്തിട്ടേ ഇല്ല, തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. അതാ അതിൻ്റെ രുചി. ഒന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാലല്ലേ, ഇനി തിളപ്പിക്കാനൊന്നും പറ്റത്തില്ല. ജീരകവും ചുക്കും ജീരകവും കൂടിയിട്ട് അതുപോലെ ഏലക്ക പൊടിച്ചത് ശർക്കര നെയ്യൂടെ ചേർക്കും. അപ്പം ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ. ഇതിൻ്റെ നമുക്ക് കടലപ്പായസം ഉണ്ടാക്കാം, അരിപ്പായസം ഉണ്ടാക്കാം, അടപ്പായസം ഉണ്ടാക്കാം, സേമിയ ഉണ്ടാക്കാം. ഒത്തിരി പായസങ്ങളുണ്ട്, പലവിധ പായസങ്ങൾ. അപ്പം പായസം റെഡിയായി. പിന്നെ വറുത്തിടാൻ കപ്പലണ്ടിയൊക്കെ വറുത്തില്ല. കപ്പലണ്ടി വറുക്കുന്നവർക്ക് ഇഷ്ടമല്ല, അത് പറങ്ങാണ്ടി, അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ. അത് ഉരിപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തേങ്ങാക്കൊത്തും നെയ്ക്കകത്ത് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്തൊക്കെ. ഇവിടെ ആർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ലൈക്കും ഒക്കെ തരണേ. ഓക്കെ.